ഒരു ആർട്ടിസ്റ്റേ അല്ലാത്ത ഞാൻ ഡൂഡിൽ ആർട്ട് ചെയ്ത എങ്ങനെ ഉണ്ടാവും? ആൻസർ വളരെ സിമ്പിൾ ആണ്. ഏതായാലും നിങ്ങൾക്ക് ലൈവായിട്ട് കാണാലോ. പിന്നെ ഈ ഒരു കളർ പെൻസിൽ നമ്മൾ മിസ്റ്റർ DIY മേടിച്ചതാണ്. ഒരു സെറ്റിൽ 12 എണ്ണാണ് വരുന്നത്. അന്ന് എനിക്ക് 82 റുപ്പീസിനായിരുന്നു കിട്ടിയത്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം. വളരെ ടഫായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിന് പോലും വരയ്ക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാധനമാണ് ഗൈസ് ഞാനിപ്പോ വരയ്ക്കുന്നത്. ഇപ്പൊ ഈ വരയ്ക്കുന്ന സാധനം കണ്ടാൽ നിങ്ങളൊന്ന് ഞെട്ടിത്തരിക്കും. കാരണം അത്രയ്ക്കും പ്രൊഫഷണലിസ്റ്റ് ആണ് ഞാൻ ഈ ഒരു ഡ്രോയിങ്ങിൽ കൊണ്ടുവന്നത്. ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് കണ്ടിട്ട് എനിക്ക് 10 നിങ്ങൾ എത്ര മാർക്ക് തരുന്നൊന്നും ഞാൻ ചോദിക്കാൻ നിൽക്കുന്നില്ല. അര മാർക്ക് കിട്ടിയാ കിട്ടി. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ചോദ്യത്തിലേക്കേ ഞാൻ കിടക്കുന്നില്ല. പക്ഷെ സംഭവം നല്ല സുഖമുള്ള പരിപാടിയാണ് കേട്ടോ. നല്ല റിലീഫ് ഉണ്ട്. എന്ന് വെച്ചാ ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള പെൻസ് യൂസ് ചെയ്ത് ആ ഒരു കളേഴ്സ് ഒക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഐഡിയയിൽ ഒരു സാധനം റഫായിട്ട് പെർഫെക്റ്റ് ആയിട്ടല്ല എങ്കിലും റഫായിട്ട് ഇങ്ങനെ വരയ്ക്കുമ്പം ഒരു സന്തോഷം. പിന്നെ നമ്മൾ ഐഡിയൽ എന്ന് പറയുമ്പം പണ്ട് അംഗനവാടി തൊട്ടേ ഇത് തന്നെയല്ലേ വരച്ചു തുടങ്ങിയത്. മല, ചെടി, പുഴ, സൂര്യൻ, ആകാശം, മേഘം. അപ്പൊ അത് വെച്ച് തന്നെ അങ്ങ് തുടങ്ങി. അങ്ങനെ ഗൈസ് വരച്ച് നമ്മളിതാ ഇതിന്റെ ഫൈനൽ പാർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ ഇത് ലാസ്റ്റ് സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഫൈനൽ ഷെയ്ഡിങ് എല്ലാം ഞാൻ കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡ്രോയിങ് കാണാനുള്ളത്. ഭയങ്കര റിലീഫ് ഉള്ള ഒരു പ്രോസസ് ആയിരുന്നു. എന്തായാലും ബൈ.